FFWC ഇവന്റ് കഴിഞ്ഞിട്ട് ഡിസംബർ 5-ന് നമ്മുടെ ഗെയിമിൽ വിന്റർലാൻഡ് ഇവന്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. വളരെ മാസമായിട്ടുള്ള ഒരു ലോബി, നമ്മൾ ഇവിടെ കാണുന്ന ലോബി ആയിരിക്കും നമുക്ക് വിന്റർലാൻഡ് ഇവന്റിൽ കാണാൻ സാധിക്കുക. അടുത്ത മാസം ഡിസംബർ മാസം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിന്റർലാൻഡ് ഇവന്റ് കാണാൻ സാധിക്കും നമ്മുടെ ഗെയിമിൽ. വിന്റർലാൻഡ് ഇവന്റിൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്ന റിവാർഡ്സ് എല്ലാം ഇതൊക്കെയാണ്. നമുക്ക് ബാനർ കാണാം, പിന്നെ നമുക്ക് അവതാർ കാണാം, പിന്നെ അത് മാത്രമല്ല നല്ലൊരു മാസമായിട്ടുള്ള ലൂട്ട് ബോക്സ് കാണുന്നുണ്ട്, നമുക്ക് ഇത് ലഭിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. വിന്റർലാൻഡ് ഇവന്റിലെ എക്സ്ക്ലൂസീവ് ഐറ്റം ആയിട്ടുള്ള നല്ല ബാഗിന്റെ സ്കിന്നാണത്. ലെവൽ 1 ലെവൽ 2 കാണാൻ സാധിക്കുക ഇങ്ങനെയായിരിക്കും. ദെൻ നമുക്ക് ഒരു റെഡ് കളർ ആയിട്ടുള്ള ഒരു പാരഷൂട്ട് ലഭിക്കുന്നുണ്ട്. ഇതും ലഭിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. ഇത്തവണത്തെ വിന്റർലാൻഡ് ഇവന്റ് വരുന്നത് ഒരു ഡിജെയുടെ തീമിലാണെന്നാണ് ഫ്രണ്ട്സ് അറിയാൻ സാധിച്ചത്. അത് മാത്രമല്ല നമുക്ക് ഇവിടെ 2 സർഫ് ബോർഡ് സ്കിന്നുകൾ കാണുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സർഫ് ബോർഡാണ്. പിന്നെ നമുക്ക് ഈ ഒരു ബൈക്കിന്റെ സ്കിന്ന് നമുക്ക് ഇത് ലഭിക്കുന്നത് ചിലപ്പോൾ ടോപ്പ് അപ്പ് ഇവന്റിലായിരിക്കാം. ദെൻ നമുക്കൊരു മോൺസ്റ്റർ ട്രക്കിന്റെ സ്കിന്ന് കാണാം. ഇത് ലഭിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ടോപ്പ് അപ്പ് ഇവന്റിലായിരിക്കാം. കാരണം ഇവിടെ ടോപ്പ് അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് നല്ലൊരു ജീപ്പിന്റെ സ്കിന്ന് കാണുന്നുണ്ട്, നമുക്ക് ലഭിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. നമുക്ക് ഈ കഴിഞ്ഞ ജെ ബീബ്സ്, അതായത് ജസ്റ്റിൻ ബീബറിന്റെ ഇവന്റ് വന്നപ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മോഡ് വന്നില്ലേ ഗൈസ്, അതുപോലെ ഒരു പാർട്ടി മോഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കാൻ പോകുന്ന ഈ റിവാർഡ് ആയിരിക്കും. നല്ല അടിപൊളി ലുക്ക് ചേഞ്ചർ ഒക്കെ ഉള്ള ഒരു ബണ്ടിൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബണ്ടിൽ വരുന്നുണ്ട്, നമുക്ക് വിന്റർലാൻഡ് ഇവന്റിൽ കാണാൻ സാധിക്കുന്ന സ്പെഷ്യൽ ബണ്ടിൽ ഇതായിരിക്കും. നമുക്ക് ഈ ബണ്ടിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, നമുക്ക് ബണ്ടിലൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഫോക്സിന്റെ തീമിലുള്ള ഒരു ബണ്ടിലാണ് ഗൈസ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ എന്തായാലും നല്ല മാസമായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറെ ബണ്ടിലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ ഒരുപാട് റിവാർഡൊക്കെ ലഭിക്കുന്നുണ്ട് ഗൈസ്. ഒരുപാട് ബണ്ടിൽസ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ബണ്ടിൽ കാണുന്നില്ലേ. ഈ ഫീമെയിൽ ബണ്ടിലും കാണാനായിട്ട് ഇങ്ങനെയാണ് ഗൈസ്. നമുക്ക് ഹെഡിലാണെങ്കിൽ ഹെയർ ആണെങ്കിൽ ഒരു ഗ്രീൻ കളർ ഹെയർ ആണ് ഇവിടെ കാണാൻ സാധിക്കുക. ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടിയേക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ കാണുന്ന ബണ്ടിൽ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ കാണുന്ന ബണ്ടിൽസ് ഒക്കെ നമുക്ക് അടുത്ത വിന്റർലാൻഡ് ഇവന്റിലായിരിക്കും എല്ലാവർക്കും കാണാൻ സാധിക്കുക. ബ്ലാക്ക് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് നല്ല മാസമായിട്ടുള്ള ഒരു ബണ്ടിലാണിത്. എന്തായാലും പിന്നെ ബ്ലാക്ക് ജാക്കറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല മാസമായിട്ടുള്ള ബണ്ടിലാണിത്. അപ്പോൾ 2 ബ്ലാക്ക് കളർ ബണ്ടിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്ത വിന്റർലാൻഡ് ഇവന്റിൽ. പിന്നെ അത് മാത്രമല്ല നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബണ്ടിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ബണ്ടിലൊക്കെ നമുക്ക് വിന്റർലാൻഡ് ഇവന്റിന്റെ ലോഡിംഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. വരാൻ പോകുന്ന അനിമേഷൻ ഇതായിരിക്കും. നമുക്ക് ഇതിലാണെങ്കിൽ ഒരുപാട് ഡയമണ്ട് ഒക്കെ വേണ്ടി വന്നേക്കാം ഈ അനിമേഷനൊക്കെ എടുക്കാനായിട്ട്. ഈ അനിമേഷനൊക്കെ എടുക്കാൻ നേരത്ത് നമ്മൾ ടീംമേറ്റ്സിന്റെ കൂടെ നമുക്ക് ഗെയിം കളിക്കാൻ നേരത്ത് വേറെ ലെവലായിരിക്കും, മാസമായിരിക്കും. ഈ ഒരു AC-80 കണ്ട സ്കിന്ന് വരുന്നുണ്ട്. നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ സിംഗിൾ റേറ്റ് ഓഫ് ഫയർ കാണുന്നുണ്ട്, ഡബിൾ റേഞ്ചും കാണാം. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല, ചിലപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയേക്കാം. അടുത്തത് നല്ലൊരു പാൻഡ സ്കിന്ന് കാണുന്നുണ്ട്, നമുക്ക് ഇത് ലഭിക്കുന്നുണ്ട് സൗജന്യമായിട്ട്. പിന്നെ നമുക്ക് നല്ലൊരു ബാൻഡ് ഈ മീലി വെപ്പന്റെ നമുക്ക് ഈ സ്കിന്ന് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് കട്ടാനയുടെ സ്കിന്ന് കാണുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണയായിട്ട് എല്ലാ ഈവന്റിലും നമുക്ക് ഇതുപോലെ റിവാർഡ്സ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഫ്രീ ആയിട്ടായിരിക്കും. നല്ലൊരു സ്കൈത്തിന്റെ സ്കിന്ന് കാണാം. ചിലപ്പോൾ നമുക്ക് ഈ സ്കൈത്തിന്റെ സ്കിൻ ലഭിക്കുക വല്ല ടോപ്പ് അപ്പ് ഇവന്റിലായിരിക്കാം. വിന്റർലാൻഡ് ഇവന്റ് എന്ന് വെച്ചാൽ വലിയൊരു ഇവന്റ് ആണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് 2 പാർട്ടായിട്ടായിരിക്കും നമുക്ക് വിന്റർലാൻഡ് ഇവന്റ് കാണാൻ സാധിക്കുക. ആദ്യത്തെ പാർട്ടിൽ നമുക്ക് ഒരുപാട് റിവാർഡ് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പാർട്ടും വരുന്നതായിരിക്കും. വിന്റർ ഈവന്റിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലൊരു ഫിഷിന്റെ സ്കിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഫിഷിന്റെ സ്കിന്ന്. വിന്റർലാൻഡ് ഈവന്റിന്റെ ഫിഷിന്റെ സ്കിൻ ഇതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഗ്രാനയുടെ സ്കിൻ ഉണ്ട്. അപ്പോൾ ഇത് ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് കിട്ടുന്നത് ഫ്രീ ആയിട്ടായിരിക്കും. മാസമായിട്ടുള്ള ഒരു ഗ്രാനയുടെ സ്കിന്നാണത്. അടുത്ത വിന്റർലാൻഡ് ഈവന്റിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്ലൂ വാളിന്റെ സ്കിന്നാണത്. വേറെ ലെവലാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം. ഈ ഗ്ലൂ വാളിൽ ഫോക്സിന്റെ ഒക്കെ ഹെഡില്ല അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വേറെ ലെവലായിട്ടുള്ള ഗ്ലൂ വാളിന്റെ സ്കിന്നാണ്. ഒരു ഫുട്ബോൾ ഈവന്റ് വരാനൊക്കെ സാധ്യതയുണ്ട് ഗൈസ്. നമുക്കൊരു ലോഡിംഗ് സ്ക്രീനിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് അറിയില്ല. ഫുട്ബോൾ വേൾഡ് കപ്പിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഫ്രീ ഫയറിലേക്ക് ഫുട്ബോൾ ഇവന്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. വിന്റർലാൻഡ് ഇവന്റിനെ കുറിച്ച് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതൊക്കെയായിരുന്നു ഇപ്പോൾ ലഭിച്ചത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് അഭിപ്രായം താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അത് മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക, മാക്സിമം സപ്പോർട്ട് തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു മികച്ച വീഡിയോ കൂടെ കാണാം. ബൈ ബൈ ഗൈസ്.